കുട്ടികളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട്. കുട്ടികളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഏത് ഘട്ടത്തിലാണ് വരുന്നത്? കരളസുഖങ്ങൾ മുതിർന്ന ആൾക്കാരിലെ പോലെ തന്നെ കുട്ടികളിൽ ബാധിക്കാറുണ്ടോ? തീർച്ചയായും. നമ്മൾ കരളസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന മുതിർന്നവർക്കുള്ള പ്രശ്നമായിട്ടാണ്. പക്ഷേ അങ്ങനെയല്ല, കുട്ടികളിലും ഒട്ടും വിരളമല്ലാതെ തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് കുട്ടികളിലുണ്ടാകുന്ന ഈ ലിവർ അസുഖങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒരു പരിധി വരെ? യൂഷ്വലി ഒരു സിംറ്റംസ്, അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോവുള്ളൂ. കുട്ടികളിൽ, വളരെ ചെറിയ കുട്ടികൾ, ഉണ്ടായിക്കഴിഞ്ഞ കുട്ടികളിൽ ലിവർ അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളിലുണ്ടാകുന്ന ലിവർ അസുഖങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മാത്യു ജേക്കബ്, സർജൻ, ലിവർ ആൻഡ് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ലീഡ് കൺസൾട്ടൻറ്റ്, ആസ്ട്ര മെഡ്സിറ്റി, കൊച്ചി. നമസ്കാരം സർ. നമസ്കാരം സർ, ഈ കരളസുഖങ്ങൾ മുതിർന്ന ആൾക്കാരിലെ പോലെ തന്നെ കുട്ടികളിൽ ബാധിക്കാറുണ്ടോ? തീർച്ചയായും. നമ്മൾ കരളസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന മുതിർന്നവർക്കുള്ള പ്രശ്നമായിട്ടാണ്. പക്ഷേ അങ്ങനെയല്ല, കുട്ടികളിലും ഒട്ടും വിരളമല്ലാതെ തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ജന്മനാ ഉള്ള ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസാണ് കുട്ടികളിൽ വരുന്നത്. മുതിർന്നവരിൽ വരുന്ന കാരണങ്ങൾ വരെയാണ് കുട്ടികളിൽ വരുന്ന കാരണങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കുട്ടികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കരളസുഖങ്ങളും. ഇൻഫാക്ട് സിറോസിസും ട്രാൻസ്പ്ലാന്റ് വരെ എത്തുന്ന അസുഖങ്ങളും കുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. തീർച്ചയായും. സാർ, എത്ര വയസ്സ് മുതലാണ് അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ ഈ അസുഖം കണ്ടു തുടങ്ങുന്നത്? ഇത് ഒരുപക്ഷെ നിങ്ങൾക്കിത് യാദൃശ്യമായി തോന്നാം. ഏറ്റവും ചെറുപ്രായത്തിൽ ട്രാൻസ്പ്ലാന്റ് 5-ാമത്തെ ദിവസം ഉണ്ടായി, 5-ാമത്തെ ദിവസം ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുട്ടികൾ വരെ ഉണ്ട് നമ്മുടെ ലോകത്ത്. പക്ഷെ എന്നിരുന്നാലും വാസ്റ്റ് മെജോറിറ്റി ഓഫ് കുട്ടികൾ അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്ന ജന്മനായുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം എന്നൊരു പ്രതിഭാസം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വാസ്റ്റ് മെജോറിറ്റി അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുന്നതാണ്. ചില കുട്ടികൾക്ക് ഈ ലൈറ്റ് അടിക്കുക, ഫോട്ടോതെറപ്പി, അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ അതിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്യാത്ത, ആ പെർസിസ്റ്റൻ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാത്ത ആ മഞ്ഞപ്പിത്തം, അത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് യൂഷ്വലി കാണാറ്. ഇപ്പോൾ കുട്ടികളിൽ ജന്മനാ പിത്ത ട്യൂബ് വളരാത്തൊരു പ്രതിഭാസം, അതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ട്രാൻസ്പ്ലാന്റിലോട്ട് എത്തുന്ന ഒരു ലിവർ അസുഖം എന്ന് പറഞ്ഞ്. അല്ലാതെയും വേറെ അസുഖങ്ങളുണ്ട്. നിയോനേറ്റൽ ഹെപ്പറ്റൈറ്റിസും വേറെ കൺജനൈറ്റൽ ഇഷ്യൂസും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വളരെ തീവ്രമായി വരാൻ സാധ്യതയുള്ള അസുഖം എന്ന് പറഞ്ഞാൽ അത് മെയിൻലി ഈ ജന്മന ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് കൊണ്ടുള്ള ലിവർ ഡിസീസുകളാണ്. സാർ, നമ്മളിപ്പോൾ ഈ 5 മാസവും 6 മാസവും മുതലുള്ള കുട്ടികൾക്ക് വരെ ലിവർ ട്രാൻസ്പ്ലാന്റ്, സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 5 ദിവസമായ കുട്ടികൾക്ക് വരെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജന്മന, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെയുള്ള മഞ്ഞപ്പിത്തം, അത് കൂടാതെ ഈ ലിവർ ഡിസീസിലേക്ക് കുട്ടികളെ നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ലിവർ ഡിസീസ് വരുന്നത്? ലിവർ അസുഖം വരാൻ പല പല കാരണങ്ങളുണ്ട്. അത് മുതിർന്നവരും കുട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കുട്ടികളിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് അല്ലാതെ വരുന്ന കാരണങ്ങൾ, ജന്മനാ ചില എൻസൈംസ് ഇല്ലാതെ ഡെഫിഷ്യൻ്റായിട്ട് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വേറെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, പിന്നെ മോസ്റ്റ്ലി കൺജനൈറ്റൽ ഡിസീസ്, പിന്നെ വൈറൽ ഇൽനെസ്സും ഒരു ഇച്ചിരി മുതിർന്ന കുട്ടികളിലും വരാം. പിന്നെ ചില കുട്ടികൾക്ക് ക്യാൻസർ, ഹെപ്പറ്റോബ്ലാസ്റ്റോമ, ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ, ഇങ്ങനെ വരുന്ന ക്യാൻസറുകളുടെ ചികിത്സയുടെ ബാധകമായിട്ടും ലിവർ അസുഖങ്ങളും അതിൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ടുള്ള ട്രാൻസ്പ്ലാന്റുകൾക്ക് ആവശ്യം വരാം. വാസ്റ്റ് മെജോറിറ്റി കുട്ടികൾക്കും വരുന്ന ജന്മന കൺജനൈറ്റൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ജനറ്റിക് ഇഷ്യൂസ് കൊണ്ടുള്ള ലിവർ അസുഖങ്ങൾ കൊണ്ടാണ് ലിവർ അസുഖങ്ങൾ വരുന്നത്. കുട്ടികളിലുണ്ടാകുന്ന ഈ ലിവർ അസുഖങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒരു പരിധി വരെ? യൂഷ്വലി ഒരു സിംറ്റംസ്, അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോവുള്ളൂ. കുട്ടികളിൽ, വളരെ ചെറിയ കുട്ടികൾ, ഉണ്ടായിക്കഴിഞ്ഞ കുട്ടികളിൽ ലിവർ അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പം മഞ്ഞപ്പിത്തം, ഇപ്പോൾ മൂത്രത്തിൻ്റെ കളറ് കൂടി നിൽക്കുക, അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള മഞ്ഞ കൂടി നിൽക്കുക, കണ്ണിലുള്ള മഞ്ഞ കൂടി നിൽക്കുക, അത് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത്, നിങ്ങളുടെ പീഡിയാട്രീഷ്യൻസ് തന്നെ കാണിക്കണം. പക്ഷേ വാസ്റ്റ് മെജോറിറ്റി അതൊരു ലിവർ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാകില്ല. പക്ഷേ അത് പെർസിസ്റ്റൻ്റ്, അത് ഇമ്പ്രൂവ് ചെയ്യാതെ നിൽക്കുമ്പം കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്പർ 2, വേറെ എന്തെങ്കിലും കാരണത്തിന് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ തടിപ്പോ അങ്ങനെ വല്ലതും കാണുക. പിന്നെ കുട്ടിയുടെ വളർച്ച ശരിയല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ലിവർ അസുഖമായിട്ട് കാണുക.
ഇങ്ങനത്തെ അല്ലെങ്കിൽ വയറ് വീർക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴാണ് തുടർ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് ഈ ലിവർ അസുഖങ്ങൾ കാണുകയും അതിനോട്ടുള്ള ഫർദർ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാറ് സാധാരണ. സാർ, ഈ ഒത്തിരി കുട്ടികളുടെ പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ബിലിയറി അട്രേഷ്യ എന്നുള്ളൊരു അസുഖമാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്ന് പറയാറുണ്ട്. എന്താണ് ഈ ബിലിയറി അട്രേഷ്യ എന്നൊന്ന് പറഞ്ഞു തരാമോ? സോ നമ്മൾ ഒരു കുട്ടി ഒരു അമ്മയുടെ ഉള്ളിൽ ജന്മമെടുത്ത് അത് വളരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല എല്ലാ ഓർഗൻസും വളരേണ്ടതുണ്ട്. അപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രോസസ്സാണ് അകത്ത് നടക്കുന്നത്. അതിൻ്റെ അകത്ത് ലിവർ വളരുന്ന പ്രോസസ്സിൻ്റെ അകത്ത് ലിവറിൽ നിന്ന് പിത്തം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമുണ്ട്, ബിലിയറി ട്യൂബ് അല്ലെങ്കിൽ ബൈൽ ട്യൂബ് എന്ന് പറഞ്ഞ്. ആ പിത്ത ട്യൂബ് വളരാത്തൊരു സാഹചര്യമാണ് ബിലിയറി അട്രീസിയ. ബിലിയറി എന്ന് പറയുമ്പോൾ ബൈൽ ട്യൂബ്, അട്രീസിയ വളരാതിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ലിവറിൽ നിന്ന് ബൈൽ കുടലിലോട്ട് വരത്തില്ല. അപ്പോഴാണത് രക്തത്തിൽ ബൈൽ അല്ലെങ്കിൽ ബിൽറൂബിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നത്. ആ പ്രതിഭാസത്തിനാണ് ബിലിയറി അട്രീസിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ബിലിയറി അട്രീസിയ വരുന്ന കുട്ടികൾക്കാണ് പെർസിസ്റ്റൻ്റായിട്ട് ജനിച്ചപ്പോൾ തൊട്ടുള്ള ആ മഞ്ഞപ്പിത്തം വരുന്നതും അത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിയറി അട്രീസിയ എന്ന് സ്ഥിരീകരിക്കുന്നതും. ബിലിയറി അട്രീസിയ ഡയഗ്നോസ് ചെയ്യേണ്ട അനിവാര്യമാണ്. ഇൻഫാക്റ്റ് ഏർലി ഡയഗ്നോസ് ചെയ്താൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നുകൂടെ ഫലപ്രദമാകും. ബിലിയറി അട്രീസിയയുടെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കസായി എന്ന് പറഞ്ഞ സർജറിയാണ്. അതായത് കുട്ടിയുടെ തന്നെ കുടൽ കൊണ്ട് ഒരു പിത്ത ട്യൂബ് ക്രിയേറ്റ് ചെയ്ത് ലിവറിലോട്ട് ഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ചികിത്സ ഫലപ്രദമാകണമെങ്കിൽ എത്രയും നേരത്തെ അത് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് ഇനി ബിലിയറി അട്രീസിയ ആണെങ്കിൽ അതിനുള്ള തുടർ ചികിത്സകളുടെ കാര്യങ്ങളാണ് ചെയ്യണം. കുട്ടികളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട്. കുട്ടികളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഏത് ഘട്ടത്തിലാണ് വരുന്നത്? സോ ഈ ലിവർ അസുഖം വരുന്ന കുട്ടികൾക്കെല്ലാം ലിവർ ട്രാൻസ്പ്ലാന്റ് ഒന്നും ആവശ്യമില്ല. വാസ്റ്റ് മെജോറിറ്റി കുട്ടികൾക്ക് നമുക്കൊന്നെങ്കിൽ അത് വേറെ സർജറി, കസായ പോലത്തെ സർജറി, അല്ലെങ്കിൽ വേറെ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്ന അസുഖങ്ങളായിരിക്കും. ഇനി ലിവർ അസുഖം വന്നിട്ട് കുട്ടിയുടെ ഒന്നെങ്കിൽ അത് ലിവർ ഫെയിലിയറിലോട്ട് പോവുക. അതിപ്പോൾ മുതിർന്നവർക്ക് വരുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും യൂഷ്വലി കുട്ടികൾക്കും വരുന്നത്. അതായത് ചോര ഛർദ്ദിക്കുക, വയറ്റിൽ വെള്ളം കെട്ടുക. പക്ഷേ കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. ഇപ്പോൾ ഒരു 6 മാസമുള്ള കുട്ടിക്ക് ഉദ്ദേശം ഒരു 6 കിലോ വരണമെന്നെങ്കിൽ നമ്മുടെ ഈ അസുഖമുള്ള കുട്ടിക്ക് ഒരു 4 കിലോ അല്ലെങ്കിൽ 3 കിലോ കാണുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ 6 മാസത്തിൽ 9 മാസത്തിൽ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞപ്പോൾ 9 മാസം ഒരു കുട്ടി പിടിച്ചേണ്ടിയിട്ട് നിൽക്കണം, 1 വയസ്സാകുമ്പോൾ നടക്കണം, ആ കാര്യങ്ങളും കുട്ടി ചെയ്യാതെയാകും. ഡെവലപ്മെൻറ്റൽ ഡിലേ വരും, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ അറസ്റ്റ് വരും. ഇപ്പോൾ കുട്ടിയുടെ വളർച്ചയും ഡെവലപ്മെൻറ്റിനെയും ബാധിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ലിവർ ഫെയിലറോട്ട് പോകുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് വിട്ടുവിട്ട് ഇൻഫെക്ഷൻസ് വരിക. പിന്നെ ഈ വേറെ അസുഖങ്ങളുണ്ട്, എൻസൈം ഡെഫിഷ്യൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നിർദ്ദേശിക്കാറുണ്ട്. സാറേ, ഇവിടെ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ 5 മാസം മുതലുള്ള കുട്ടികളെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരെയും അവരുടെ മാതാപിതാക്കളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എൻ്റെ കുട്ടിക്ക് ഇനി മറ്റു കുട്ടികളെ പോലെ സാധാരണ ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റുമോ, എൻ്റെ കുട്ടിയുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ മാതാപിതാക്കളോട് സാറിന് എന്താ പറയാനുള്ളത്? സോ അത് വളരെ റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. കാരണം പലരും ഒരു ലിവർ അസുഖം, അതായത് അഡ്വാൻസ് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ലിവർ അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാത്തതിൻ്റെ കാരണവും ഈ സംശയത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം പലരുടെയും വിചാരം നമ്മൾ ഈ കുട്ടികളുടെ ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ജീവിതമില്ല, അതൊരു വളരെ ഒരു ഡിഫിക്കൽട്ട് പീരീഡ് ആയിരിക്കും, അതുകൊണ്ട് എന്തിനാണ് അത് ചെയ്യുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അത് ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ലിവർ രോഗികളല്ല. അവരുടെ ലിവർ ഒരു ഹെൽത്തി ലിവർ അമ്മയുടെ അല്ല അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ലിവറിൻ്റെ ഒരു ഭാഗം സ്വീകരിച്ച കുട്ടികളാണ്. ആ കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ തന്നെ വളരും. ഇൻഫാക്റ്റ് അവർക്കുള്ള അനാരോഗ്യം, അവരുടെ ക്ഷീണം എല്ലാം മാറും. അവർ സാധാരണ കുട്ടികളെ പോലെ തന്നെ സ്കൂളിൽ പോകാം, പഠിക്കാം, ജോലി ചെയ്യാം, കല്യാണം കഴിക്കാൻ കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ആ കുട്ടികൾ ഒരു ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻ്റാണ്, ഒരു ലിവർ സ്വീകർത്താവാണ്. അപ്പോൾ അതിൻ്റേതായ ചില ചിട്ടകളും നിബന്ധനകളുണ്ട്. 1-2 മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കണം. പക്ഷേ ആ കുട്ടികൾ മരുന്നുകൾ കഴിക്കുന്ന അസുഖമുള്ളതുകൊണ്ടല്ല, അവരുടെ ലിവറിനെ ഹെൽത്തി ആയിട്ട് വെക്കാനാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ മാസ്ക് ഇട്ട് ഡെറ്റോൾ തേച്ച് മുറിയിൽ അടച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കരുത്, അസുഖമുള്ളവരെ പോയി മീറ്റ് ചെയ്യരുത്. അങ്ങനത്തെ പ്രിക്കോഷൻസ് മാത്രം വളരെ കുറച്ചിട്ടുള്ള ആ റെസ്ട്രിക്ഷൻസ് മാത്രം ഫോളോ ചെയ്താൽ അവർക്കും സാധാരണ ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. ദേ ക്യാൻ ഹാവ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്
ആൻഡ് ദേ ക്യാൻ എൻജോയ് ലൈഫ് ലൈക്ക് എനിബഡി എൽസ്. പിന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ 1 കൊല്ലം ജീവിക്കുള്ളൂ, 2 കൊല്ലം ജീവിക്കുള്ളൂ. അങ്ങനെ അല്ലത്. ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മൾ സംരക്ഷിച്ചാൽ ഒരു സാധാരണ ഒരു വ്യക്തി എത്ര നാൾ ജീവിക്കാവോ അത്രയും ആ കുട്ടി ജീവിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.